ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ? അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇച്ചിരി കടുക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പീസ് സവാളയും ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയതും പഴുത്ത ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടെ ഒന്ന് നേരിയതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, നന്നായിട്ട് വഴറ്റി വരണ്ട, ഉപ്പ്, ഇച്ചിരി മഞ്ഞൾ ഇട്ട് കൊടുക്കുക. പിന്നീട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ പച്ചമുളക് ഒക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് വെള്ളയപ്പമാണ്. നല്ല ക്രിസ്പി, നന്നായിട്ട് അരികൊക്കെ നന്നായിട്ട് മുരുമുരാന്നിരിക്കുന്നത് വെള്ളയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഗ്രീൻ പീസ് ഒരു ഇച്ചിരി ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്. അതും കൂടെ ആ മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പോഴത്തേക്കും വെള്ളയപ്പമൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. ഒഴിച്ചിട്ട് നന്നായിട്ട് ചിറ്റിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെക്കുക. ഈ ഒരു കറിയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് വെള്ളയപ്പം. വെള്ളയപ്പം, പാലപ്പം അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളെ കറി ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇച്ചിരി ഫ്രഷ് ക്രീം അത് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം അഥവാ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി, നന്നായിട്ട് എന്താ പറയുക, നമ്മുടെ കൊലിസിട്ട പാലപ്പം എന്നൊക്കെ പറയാം, അതുപോലത്തെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറിയൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നല്ല കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ലാസ്റ്റായിട്ട് അതിലേക്ക് ഇച്ചിരി മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഗ്രീൻ പീസ് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. വെള്ളയപ്പത്തിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.